വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും അവസാനിച്ച ശേഷം ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾ തങ്ങളുടെ അഭിപ്രായവും വിഷമമൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവെച്ച കാര്യങ്ങളാണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പുമുളകും സീസൺ 2 അവസാനിച്ചു എന്ന്. നമുക്കെല്ലാവർക്കും എത്രത്തോളം വിഷമമുണ്ടോ അതേപോലെ തന്നെ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾക്കും വിഷമമുണ്ടാകും. കാരണം അവർ ഒരേ ഫാമിലി പോലെ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക്, ഉപ്പുമുളകും സീസൺ 2 അവസാനിച്ച് ഒരു ചെറിയൊരു ബ്രേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് അവർക്ക് എങ്ങനെയൊക്കെ എഫക്റ്റ് ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ആണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഉപ്പുമുളകും സീസൺ 2 മെയിൻ ക്യാരക്ടറായ റാംകുമാർ, അതായത് രാജേഷ് ഹെബ്ബാർ ചേട്ടൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച ഒരു നോട്ടാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. റാംകുമാറും ദിയയും ഹൈമോദി 3 പേര് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച് താഴെ ക്യാപ്ഷനിലാണ് തൻ്റെ വിഷമങ്ങളും ഉപ്പുമുളകും തനിക്ക് എന്തായിരുന്നുവെന്നും തൻ്റെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാജേഷ് ചേട്ടൻ ഒരു വലിയൊരു കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു കുറിപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ എ ബ്യൂട്ടിഫുൾ ജേർണി കംസ് ടു എൻ എൻഡ്. ഉപ്പുമുളകും ഹാസ് ബീൻ എ ഗോൾഡൻ ചാപ്റ്റർ ഇൻ മൈ ജേർണി ആസ് ആൻ ആക്ടർ എന്നാണ് ആദ്യം തന്നെ രാജേഷ് ചേട്ടൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പുമുളകും ആസ് ആൻ ആക്ടർ രാജേഷ് ചേട്ടൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എത്രത്തോളം ഗോൾഡൻ ചാപ്റ്റർ ആയിരുന്നു എന്നാണ് ആദ്യത്തെ ലൈനിൽ തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ അത്രത്തോളം ഇമോഷണലി കണക്റ്റായി എന്ന ആ ഒരു വരികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അടുത്ത ലൈനിൽ തന്നെ രാജേഷ് ചേട്ടൻ പറയുന്നത് അത്രത്തോളം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന വേഷമായിരുന്നു റാംകുമാർ. പാലക്കാട് സ്ലാങ്ങും തുലു സ്പീക്കിംഗ് ക്യാരക്ടറായിട്ടൊക്കെയാണ് റാംകുമാറെ അതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം തുലു എന്നൊരു ലാംഗ്വേജൊക്കെ നമ്മൾ രാജേഷ് ചേട്ടനിലൂടെയാണ്, അതായത് റാംകുമാറിലൂടെയാണ് ഉപ്പുമുളകിലേക്ക് വന്നത്. ആ ഒരു എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു സീൻസൊക്കെ റാംകുമാറും ഹൈമോദിയും തുളുവിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉപ്പുമുളകിൻ്റെ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. മാത്രമല്ല രാജേഷ് ചേട്ടൻ പാലക്കാട് ആയതുകൊണ്ട് തന്നെ റാംകുമാർ എന്നൊരു കഥാപാത്രത്തിനും ഒരു പാലക്കാട് സ്ലാങ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഇന്നസെൻസിന് ചേർന്നൊരു സ്ലാങ് തന്നെയായിരുന്നു പാലക്കാട് സ്ലാങ്. അതിൻ്റെ അടുത്ത ലൈനിൽ തന്നെ തൻ്റെ ഫാൻസിനും ഉപ്പുമുളകും ഫാൻസിനും എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് റാംകുമാർ, അതായത് രാജേഷ് ഹെബ്ബാർ ചേട്ടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്ത ലൈനിൽ ബട്ട് ദ എൻഡ് ഓഫ് എവറി ഗുഡ് ജേർണി ഈസ് എ ബിഗിനിങ് ഓഫ് എ മോർ എക്സൈറ്റിംഗ് ആൻഡ് ചാലഞ്ചിങ് ന്യൂ വൺ എന്നും രാജേഷ് ചേട്ടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ രാജേഷ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഉപ്പുമുളകും സീസൺ 2 മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനിയും ഇതുപോലത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റാംകുമാർ പോലെ തന്നെ പ്രേക്ഷക പ്രീതി നേടുന്ന ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് റാംകുമാർ പോലെ രാജേഷ് ചേട്ടനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാന ലൈനിൽ രാജേഷ് ചേട്ടൻ തൻ്റെ അവസാന ശ്വാസം വരെയും ഇനിയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന പോലത്തെ കഥാപാത്രങ്ങളുമായിട്ട് രാജേഷ് ചേട്ടൻ തൻ്റെ അവസാന ശ്വാസം വരെയും ഉണ്ടാകുമെന്ന് എമോഷണലി പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ലൈൻ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം എമോഷണലാണ് രാജേഷ് ചേട്ടനും റാംകുമാർ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകുമാണ് എന്നുള്ളത് ഈ ഒരു വരികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാജേഷ് ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളിൽ തന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് റാംകുമാർ എന്നത്. ഏതായാലും സീസൺ 2 അവസാനിച്ച ലാസ്റ്റ് എപ്പിസോഡിൽ റാംകുമാറും ഹൈമോദിയും ദിയയൊക്കെ പോകുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും സീസൺ 3 തുടങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന് ഉപ്പുമുളകും പഴയതുപോലെ തന്നെ അടിപൊളിയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ റാംകുമാർ, അതായത് രാജേഷ് ചേട്ടൻ മാത്രമാണ് ഈ ഒരു ഉപ്പുമുളകും അവസാനിച്ച ശേഷം ഇങ്ങനെ ഒരു നോട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ഇനി അടുത്ത ആർട്ടിസ്റ്റുകൾ ആര് ഇതേപോലത്തെ നോട്ട് പുറത്ത് വിട്ടാലും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഉടൻ തന്നെ ആ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. മാത്രമല്ല ഇനി സീസൺ 3 ഓരോ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ഒഫീഷ്യലായിട്ട് വന്ന ശേഷം നമ്മൾ തരുന്നതായിരിക്കും. ഏതായാലും സീസൺ 3 ഒന്നൊന്നുണ്ടെങ്കിൽ അതിൽ റാംകുമാറേയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റാംകുമാറും ബാലുവും കോംബോവും അത് സീസൺ 2 ഒരു മെമ്മറബിൾ കോംബോ തന്നെയായിരുന്നു. അവസാന എപ്പിസോഡിൽ പോലെ ആ ഒരു കോംബോ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഉപ്പുമുളകും അവസാനിച്ചത്. ഏതായാലും റാംകുമാർ എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു വരും. രാജേഷ് ഹെബ്ബാർ ചേട്ടൻ്റെ പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ പ്രൊജക്ട്സിനും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആശംസകൾ നേരുന്നു. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.